ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഈ ക്രിസ്മസിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ വിഭവമായ സിന്നമൺ റോളിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓവനില്ലാതെ സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. സിന്നമൺ റോൾ തയ്യാറാക്കാനായിട്ട് ഏകദേശം 2 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് 250 ഗ്രാം ഉണ്ടാവും. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 1.5 ടീസ്പൂൺ ഉണ്ടാവും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റ് ചെയ്ത് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് നമുക്ക് 1 നുള്ളി ഉപ്പും കൂടെ ഒന്നിട്ട് കൊടുക്കാം. ഇനി ഈ മാവിൻ്റെ നടുവിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട്. കുഴച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു 3/4 ഗ്ലാസ് പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കാനായിട്ടൊന്ന് വിട്ടുപോയതാണ്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. മാവ് വീണ്ടും ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. ഒരു ബൗളിലേക്ക് നമുക്കൊരു 3/4 കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സിന്നമൺ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഷോപ്പിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതിയാവും. ഇനി ഇത് രണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ബ്രൗൺ ഷുഗർ തന്നെ ഉപയോഗിക്കണം കേട്ടോ. വൈറ്റ് ഷുഗർ അല്ല നമുക്ക് വേണ്ടത്, ബ്രൗൺ ഷുഗർ തന്നെയാണ് വേണ്ടത്. ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ അല്പം കനത്തിലൊന്ന് പരത്തിയെടുക്കാം. ഒരല്പം പൊടി തൂക്കി കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഒരല്പം ഇടയ്ക്കൊന്ന് പൊടി തൂക്കി കൊടുക്കുന്നത്. മാവ് നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ ഇത്.
പരത്തി വെച്ചിരിക്കുന്ന മാവിൻ്റെ ടോപ്പ് മുഴുവനും നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബട്ടറിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത്ര തന്നെ ഉപയോഗിക്കാം. ഇനി നമ്മളിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗറും അതുപോലെ സിന്നമണും ചേർന്ന ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അതാണ് നമ്മളിതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് സിന്നമൺ റോളാണല്ലോ, അപ്പം നന്നായിട്ട് തന്നെ സിന്നമണിൻ്റെ ഫ്ലേവർ ഉണ്ടാവണം. നന്നായിട്ട് തന്നെ എല്ലായിടവും നന്നായിട്ട് ഈവനായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഴുവനും ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ റോളർ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുവത്തിലൊന്ന് പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. സാവധാനം വേണം ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം. ഈ എഡ്ജ് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇതങ്ങ് ഓപ്പണായി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടിൻ ഇവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ബട്ടറൊക്കെ പുരട്ടി ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പല പീസുകളാക്കി നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ടോൻ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്താലും മതി, പക്ഷേ ടോൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ നല്ല ഷേപ്പ് നമുക്ക് കിട്ടും. ഒരേ വലിപ്പത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇതാ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ പീസും ഈവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ മൊത്തം 6 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. 6 പീസും ഞാനൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂറും കൂടെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഒന്നും കൂടെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരും. അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എന്താ കണ്ടോ, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാനായിട്ട് നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിവിടെ ഒരു പഴയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ട്രേ വെച്ച് കൊടുക്കാം. ഇനി ഒരു 40 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ സിന്നമൺ റോൾ നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സിന്നമൺ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് കേട്ടോ. വളരെ ടേസ്റ്റിയാണിത്. ഞാനിപ്പോൾ ഇവിടെ ഇതിനെ ടോപ്പിങ്സ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം ബട്ടറും അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാരയും ഒരല്പം മിൽക്കും കൂടെ ചേർത്ത് ഒരു സിറപ്പ് രൂപത്തിലാക്കി ഇതിന് ഒന്ന് ടോപ്പിംഗ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വെറും പൊടിച്ച പഞ്ചസാര ഒന്ന് തൂക്കി കൊടുത്താലും മതിയാവും.
എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്